ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി തിങ്കളാഴ്ച. നമ്മൾ ഓരോരുത്തരും സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതോടുകൂടി ചേർന്ന് തന്നെയാണ് നമ്മൾ മാതാവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി, വചനം ചൊല്ലി എണ്ണി തിട്ടപ്പെടുത്തി നമ്മുടെ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു വലിയ പൂമാല കൊടുക്കാൻ നമ്മളെല്ലാവരും ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാത്താന് തീരെ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുന്നവരുടെ ചുറ്റും അവൻ്റെ ആക്രമണങ്ങൾ കാണാം. മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. കന്യകാമേരിയുടെ കാര്യങ്ങൾ പറയുന്നതും അവന് തീരെ താല്പര്യമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 4-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവന് വിറളി പിടിച്ചതുപോലെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ചുറ്റും സങ്കീർത്തനം 97:3 അഗ്നി വയ്ക്കാം. സക്കറിയ 2:5 തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടാം. ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പൈശാചിക ശക്തികൾ നമ്മുടെ സംസാരം കേൾക്കാതിരിക്കാൻ കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് അഗ്നി ഇറക്കി അവരെ കത്തിയെരിപ്പിച്ച് കളയട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മാതാവിൻ്റെ ഒരു പ്രസിദ്ധമായ തിരുനാൾ നടക്കുന്ന ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, പരിശുദ്ധ മഞ്ഞു മാതാവിൻ്റെ തിരുനാൾ. എല്ലാ വർഷവും ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഇത് ആഘോഷിക്കാറ്. മഞ്ഞ് അമ്മയുടെ ചരിത്രം നമുക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു ചരിത്രമായിട്ട് തോന്നാം. പള്ളിപ്പുറത്തുള്ള പരിശുദ്ധ മഞ്ഞു മാതാവിൻ്റെ പള്ളി നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ മധ്യസ്ഥയും അഭയ കേന്ദ്രവുമാണ് ഈ പള്ളി. ഇത് ഒരാൾക്കൊരു ദർശനം കിട്ടി തുടങ്ങിയതല്ല. ചരിത്ര സത്യങ്ങളിലൂടെ നടന്ന അത്ഭുതകരമായ അമ്മയുടെ ഇടപെടലാണത്. ഈ മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം നമുക്കൊന്നുകൂടെ ഓർത്തെടുക്കാം. 1503 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ ആക്രമണത്തെ തടയാൻ വേണ്ടി അയക്കോട്ട എന്ന പേരിൽ ഒരു കോട്ട സ്ഥാപിച്ചു. ഈ കോട്ടയ്ക്ക് തെക്കുഭാഗത്തായി 1577 ഒരു ആരാധനാലയം അവർ സ്ഥാപിച്ചു. അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പള്ളിപ്പുറം എന്ന പേര് വന്നതെന്ന് പറയുന്നു. അതായത് പള്ളിക്ക് പുറത്ത്. പ്രിയ കൂട്ടുകാരെ, പിൽക്കാലത്ത് ഇത് മഞ്ഞു മാതാവിൻ്റെ പള്ളി എന്ന് അറിയാൻ തുടങ്ങിയതിന് നൂറ്റാണ്ടുകളായി ഇവിടുത്തുകാർ വിശ്വസിച്ച് പോരുന്ന ഒരു ചരിത്ര സത്യമുണ്ട്. 1791 ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറുമായി യുദ്ധം പ്രഖ്യാപിച്ച് കോട്ടപ്പുറം കോട്ടയും കുരിയാപ്പള്ളി കോട്ടയും തകർത്ത് കൊച്ചിയുടെ അതിർത്തിയും കടന്ന് തെക്കോട്ട് മുന്നേറുവാനായി കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്നു. ആ മുന്നേറ്റത്തിന് വിലങ്ങുതടിയായി പള്ളിപ്പുറം പള്ളിയും കോട്ടയും നിലകൊണ്ടപ്പോൾ രണ്ടും തകർക്കാം എന്നവർ തീരുമാനിച്ചു. ആ സമയത്ത് ഈ പ്രദേശവാസികളെല്ലാവരും മാതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. തൻ്റെ നാമധേയത്തിലുള്ള പള്ളിയെയും പരിസരവാസികളെയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് മാതാവ് എന്തു ചെയ്തു എന്നറിയോ? പള്ളിയിരുന്ന പ്രദേശവും ചുറ്റുപാടും പെട്ടെന്ന് പുകമഞ്ഞിനാൽ മൂടിക്കളഞ്ഞു. അതൊരു പർവ്വതം പോലെ തോന്നിച്ചു. ആക്രമണം നടത്താൻ കഴിയാതെ പട്ടാളം വഴി മാറിപ്പോവുകയും നാശത്തിൽ നിന്ന് പള്ളിയും പരിസരവും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. മഞ്ഞു പുതപ്പിനാൽ മൂടി ഈ പ്രദേശത്തെ രക്ഷിച്ച മരിയാംബിക അന്നു മുതലാണ് മഞ്ഞുമാതാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. 1974 സെപ്റ്റംബർ മാസത്തിൽ ഒരു വലിയ സംഭവമുണ്ടായി. അന്ന് അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ മീൻ പിടിക്കാൻ പോയ ലേഡി ഓഫ് സ്നോ എന്ന യന്ത്രവൽകൃത ബോട്ട് കടലിൽ അപ്രത്യക്ഷമായി. 18 ദിവസത്തോളം അത് എവിടെയായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഒരു തുള്ളി ജലമോ
ഒരു കഷണം അപ്പമോ ലഭിക്കാതെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ബോട്ടിൽ അതിലെ തൊഴിലാളികൾ ജീവന് വേണ്ടി നടത്തിയ പോരാട്ടം പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നീട് ഈ ബോട്ടും അതിൽ 5 തൊഴിലാളികളും രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് മഞ്ഞുമാതാവിൻ്റെ വലിയ അനുഗ്രഹം ഒന്നു മാത്രമാണ് എന്ന് ജാതി മതഭേദമന്യേ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ സംരക്ഷണത്തെ ഓർക്കാം. നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ വീഴാൻ തുടങ്ങുമ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്, പരിശുദ്ധ മഞ്ഞുമാതാവേ, ഞങ്ങളെ ഒരു മഞ്ഞിൻ്റെ പുക ഇറക്കി ഈ പാപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. സാത്താൻ നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം, മഞ്ഞ് ഇറക്കി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ കാണാതെ മഞ്ഞിൽ പുതപ്പിച്ച് പിടിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയും ബർത്ത്ഡേക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുകയാണല്ലോ. ആ ദിവസങ്ങളിൽ ഇങ്ങനെയൊരു മധ്യസ്ഥം കൂടി നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകുന്നത് നല്ലതാണ്. ഈ മഞ്ഞുമാതാവിൻ്റെ പള്ളി ശരിക്കും റോമിലാണ് അത് വന്നിട്ടുള്ളത്. അത് ആദ്യത്തെ ദേവാലയം വന്നിട്ടുള്ളത് മാർപ്പാപ്പമാരുടെ ആസ്ഥാനമായ റോമ നഗരത്തിലാണ്. 7 കുന്നുകളിലാണ് റോമ നഗരം പടുത്തുയർത്തിയിരിക്കുന്നത്. 7 കുന്നുകളിൽ. ഒരു അത്ഭുത സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മഞ്ഞുമാതാവിൻ്റെ പള്ളി അവിടെ വന്നുപെട്ടത്. അത് ഇങ്ങനെയാണ്: ക്രിസ്തുവർഷം 352 ലിബേരിയസ് എന്ന മാർപ്പാപ്പയുടെ ഭരണകാലത്ത് റോമിൽ ജോൺ എന്നൊരു പ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർക്ക് കുട്ടികളുണ്ടായിട്ടില്ല. അതിനെ തുടർന്ന് ദുഃഖിതയായ അവർ എല്ലാം പരിശുദ്ധ അമ്മയിൽ അർപ്പിച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓഗസ്റ്റ് 5-ാം തീയതി സ്വപ്നത്തിൽ ഇരുവർക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ പ്രാർത്ഥനകൾ നിറവേറുമെന്നറിയിച്ചു. അവരുടെ സകല സ്വത്തുക്കളും ഒരു ദത്തുപുത്രി എന്നോണം അവർ മാതാവിന് സമർപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ അവരുടെ സ്വത്ത് മുഴുവനും ഉപയോഗിച്ച് റോമിലെ എസ്കുലിൻ കുന്നിൽ ഒരു പള്ളി പണിയുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും സ്വപ്നത്തിൽ ഒരേ കാര്യം തന്നെ ദർശിച്ചപ്പോൾ അത്ഭുത പരതന്ത്രരായി അവർ. അങ്ങനെ അവർ പിറ്റേ ദിവസം ഈ ദമ്പതികൾ മാർപ്പാപ്പനെ സന്ദർശിച്ച് ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഇതേ സ്വപ്നം തന്നെ മാർപ്പാപ്പയും കണ്ടിരുന്നു. ദൈവീക ഗണങ്ങളോടൊത്ത് എസ്കുലിൻ കുന്നിലെത്തിയ മാർപ്പാപ്പയെയും ജോൺ ദമ്പതിമാരെയും മറ്റൊരു അത്ഭുതം കൂടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ മൂവരും സ്വപ്നത്തിൽ ദർശിച്ച അതേ വിധത്തിലുള്ള ഒരു ഭൂവിഭാഗം ആ മലയിൽ അവർക്ക് ദൃശ്യമായി. റോമിലെ അത്യുഷ്ണകാലമായ ഓഗസ്റ്റ് മാസത്തിൽ മഞ്ഞിനാൽ മൂടപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകാറേയില്ല. താമസിയാതെ ഒരു മഹാദേവാലയം അവിടെ ജോൺ ദമ്പതികൾ നിർമ്മിച്ചു, ആ മഞ്ഞ് വീണ സ്ഥലത്ത്. നമ്മൾ മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്ന് വിളിക്കുന്ന പ്രസ്തുത ദേവാലയം സാന്താ മരിയ മജോരെ സെൻറ്റ് മേരി മേജർ എന്ന നാമധേയത്തിലാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. അങ്ങനെ പലരും പിന്നീട് ഈ ദേവാലയത്തെ മോടി പിടിപ്പിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നായിട്ടാണ് അത് നിലകൊള്ളുന്നത്. ഭാരതത്തിൽ മഞ്ഞുമാതാവിന് 2 പള്ളികളേ ഉള്ളൂ. ഒന്ന് പള്ളിപ്പുറത്തും മറ്റൊന്ന് തൂത്തുകുടിയിലേതുമാണ്. പ്രിയ കൂട്ടുകാരെ, ഇതിന് ശേഷം പിന്നീട് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയുകയുമില്ല കേട്ടോ. അങ്ങനെ പരിശുദ്ധ അമ്മ മഞ്ഞ് ഇറക്കി മനുഷ്യരെ രക്ഷിച്ച ഒരു അത്ഭുത കഥയാണ്, അത്ഭുത സംഭവമാണ് ഇവിടെ നമ്മൾ കാണുക. ഓഗസ്റ്റ് 5-ാം തീയതി ഇന്നാണ് ആ തിരുനാൾ. നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. സാത്താൻ ഞങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ, മാതാവേ, ഞങ്ങളെയും മഞ്ഞിറക്കി, പരിശുദ്ധാത്മാവാകുന്ന മഞ്ഞിറക്കി ഞങ്ങളെ ഒളിച്ചു പിടിക്കണമേ എന്ന്. മഞ്ഞുമാതാവിൻ്റെ മഞ്ഞിനുള്ളിൽ നമ്മളെ ഒളിപ്പിച്ച് വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, സെൻറ്റ് റോക്കി കപ്പേള. അതിനും ഒരു ചരിത്രമുണ്ട്. ഈ ഡച്ചുകാരാണ് സെൻറ്റ് റോക്കി കപ്പേള പണിതത്. അതിൻ്റെ ഇന്നത്തെ സ്ഥാനം മഞ്ഞുമാത പള്ളിക്ക് വലത്തുവശത്താണ്.
അത് ഇപ്പോൾ സെമിത്തേരി കപ്പേളയായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളായ ഡച്ചുകാർ ഒരു കത്തോലിക്ക പള്ളിയോട് ചേർന്ന് കപ്പേള നിർമ്മിക്കുക എന്നത് അത്ഭുതമാണ്. ഇതിനുള്ള സാഹചര്യം ഇങ്ങനെയായിരുന്നു. ബത്തേവിയയിലേക്ക് പോവുകയായിരുന്ന ഒരു ഡച്ച് കപ്പൽ പള്ളിപ്പുറത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്തെത്തിയപ്പോൾ നിശ്ചലമായിത്രേ. കപ്പലിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ എന്ന് നോക്കാൻ പരിശോധന നടത്തുമ്പോൾ അതിൽ റോക്കി പുണ്യവാളൻ്റെ ഒരു തിരുസ്വരൂപം കണ്ടെത്തി. ആ തിരുസ്വരൂപത്തിനും തങ്ങളുടെ കപ്പലിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ക്യാപ്റ്റന് തോന്നി. വിശുദ്ധൻ്റെ തിരുസ്വരൂപം പുറത്തിറക്കി ക്യാപ്റ്റനും കൂട്ടരും ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച ശേഷം ഇത് വികാരിയസിനെ ഏൽപ്പിച്ചു. അതോടുകൂടി കപ്പൽ ഇളകുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ സെൻറ്റ് റോക്കി കപ്പേള വരുന്നത്. മഞ്ഞുമാതാവിൻ്റെ പള്ളിയുടെ മുൻപിൽ പുഴയ്ക്ക് അഭിമുഖമായിട്ട് ഒരു കപ്പേളയുണ്ട്. ഈ കപ്പേളയുടെ പ്രത്യേകത പോർച്ചുഗീസുകാരാണിത് സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയുള്ള മാതാവിൻ്റെ ചിത്രമാണ് ഈ കപ്പേളയുടെ വലിയ പ്രത്യേകത. എണ്ണച്ചായ ചിത്രമാണിത്. സമുദ്രത്തിലൂടെ ഒഴുകി വന്ന് പള്ളിപ്പുറം കടൽ തീരത്ത് അടിഞ്ഞ ചിത്രമാണത്രേ ഇത്. പിന്നീട് അത് ഈ കപ്പേളയിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഈ കപ്പേളയുടെ മുൻപിലുള്ള കടവിൽ വെച്ചാണ് ബോട്ടുകളും വഞ്ചികളും വലകളും ഒക്കെ ആശീർവദിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തുകയും മാതാവിൻ്റെ ചിത്രത്തിൽ പൂമാല ചാർത്തുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതത്തിൻ്റെ നിറവുള്ള പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് ഇതെന്ന് നമുക്ക് ഈ കേട്ട കാര്യങ്ങളിൽ നിന്ന് തന്നെ അനുമാനിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മഞ്ഞുമാതാവിനോട്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അതുപോലെ പകർച്ചവ്യാധികളും എല്ലാം കൊണ്ടും നമ്മൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ മഞ്ഞ് പുതപ്പിച്ച് രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓഗസ്റ്റ് മാസത്തിൽ സ്വർഗാരോപിത തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ആവർത്തിച്ച് ചൊല്ലി നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു പുഷ്പഹാരം അർപ്പിക്കാം. അതിനായി എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന വചനം ഏറ്റുചൊല്ലാം. തിരുമുഖത്തിൻ്റെ ധ്യാനവും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിൽ നമുക്കെല്ലാം സമർപ്പിക്കാം. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. ഈ മാതാവ് അവിടം സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശല്യമായിട്ട് അമ്മ നമ്മുടെ നിയോഗങ്ങളിലേക്ക് ഇറങ്ങി വരും, നമ്മെ സംരക്ഷിക്കും. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.